ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensi. ഹായ്. ഓക്കെ, നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ട്. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഹായ് സെൻസായി. Hello. ഹായ്. ഇവിടുത്തെ ഇത് അറിയാലോ, കണ്ടീഷൻസ് അറിയാലോ. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ല. ഓക്കെ. നെക്സ്റ്റ്, ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം, വേറെ ഒന്നും റിലേറ്റഡ് ആവരുത്. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. ഓൾറൈറ്റ്. സോ എന്താണ് ഈ ഒരു കൺവെർസേഷനിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ക്ലാരിറ്റിയാണ് കിട്ടേണ്ടത്? ഞാൻ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ലൈഫിൽ ലൈവ്ലിഹുഡിന്റെ ഭാഗമായിട്ട് കൃത്യമായി തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന വർക്കും രണ്ടാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ഒന്ന് നോട്ട് ചെയ്തട്ടെ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടുവന്ന ഇരിക്കുന്ന വർക്കിൽ ഓക്കെ, അതിൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്ര? 1 to 10 ഒരു 2. ഓക്കെ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദ ജോബ് ദറ്റ് യു ലൈക്ക് ഡൂയിങ്, അത് എത്രയാണ് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ? അത് ജോബ് അല്ല, ഒരു ഏരിയ ആണ്, ജോബ് ആയിട്ട് വരില്ല. ഓക്കെ, ആ ഏരിയ അതിൽ എത്രയാണ്? അതൊരു 9-10 തന്നെ വരും. 10 വരും. ഇപ്പം നിങ്ങൾ ഈ ജോബ് സെയിം ഏരിയയിലാണോ അല്ലെങ്കിൽ വേറെ ഏരിയ ആണോ? കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഏരിയ ആണോ? കംപ്ലീറ്റ് ഒന്ന് ഇത് ഇപ്പോ പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ആ ജോബ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ബിക്കോസ് പാഷൻ വെച്ച് പോയാൽ എനിക്ക് മണി ജനറേഷൻ ഒന്നും എടുക്കില്ല. Okay, very good. ജീവിക്കാൻ അത് നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞത്, അതായത് പാഷൻ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷൻ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ, ശരിയല്ലേ? ഓക്കെ. അതിൽ യാതൊരു തെറ്റില്ല, കാരണം അത് ഇൻകം ജനറേറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണം. നിങ്ങൾ സാലറി ആയിട്ട് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ അത് ബിസിനസ് ആണോ? അല്ല, ഞാനൊരു എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യല്ലേ നിങ്ങൾ? ബട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചേ ഞാൻ പോയിട്ടുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് യഥാർത്ഥത്തില്. ഓക്കെ. എത്ര പോയത് ജോബിൽ? എത്ര പോയത് ഇപ്പോ? ഞാൻ 2-3 മാസം 2-3 മാസം പോയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടോ, ശമ്പളം അല്ലെങ്കിൽ ഇൻകം തരുന്നുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അത് ആ ഇൻകം വരുമ്പോ സന്തോഷമുണ്ടോ? ഇല്ല, നമ്മള് ദിവസം ഫുള്ള് സാറ്റിസ്ഫൈഡ് അല്ല. അത് വർക്കിന് വേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ ചോദിച്ചതല്ല, ഞാൻ ചോദിച്ചത് ആ ഇൻകം വരുമ്പോ, സാലറി അല്ല വേജസ് വരുമ്പോ നിങ്ങൾക്ക് സന്തോഷമാണോ ചോദിച്ചത് ഞാൻ. നോട്ട് റിയലി. പിന്നെ എന്തിനാ ഇത് പോയത്? ഇഫ് മണി ഈസ് നോട്ട് ഗിവിംഗ് ദ ഹാപ്പിനെസ്, ദെൻ വൈ ഡിഡ് യു ഗോ ഫോർ ദിസ് ജോബ്? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ജോബിന് പോകാനുള്ള കാരണം ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയെന്നുള്ളത്. ആ ഇൻകം പോലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യില്ലെങ്കിൽ, ദെൻ മൈ ക്വസ്റ്റ്യൻ ഇസ് വൈ ഡിഡ് യു ഗോ ഫോർ ദിസ് ജോബ്? മാനസികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ബട്ട് ഫോർ ലിവിങ് ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് ആ ക്യാഷ് വരുമ്പോൾ, നിങ്ങൾക്ക് അതിൻ്റെ ആ ക്യാഷ് കിട്ടുമ്പോൾ സന്തോഷമാണ് ചോദിച്ചത് ഞാൻ. വെൻ യു ഗെറ്റ് ദ മണി വരുന്നുണ്ടല്ലോ, നിങ്ങൾ പോക്കറ്റിൽ ആ മണി വരുന്നുണ്ടല്ലോ, ആ മണി വരുമ്പോൾ ഓക്കെ, താങ്ക് ഗോഡ് ഐ ഗോട്ട് ദിസ് മണി എന്നുള്ള ആ ഒരു ഇതുണ്ടോ, ഫീലിംഗ് ഉണ്ടോ? ദാറ്റ്സ് വാട്ട് ഐ ആസ്ക്ഡ് യു. ഇതുവരെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതും ഇല്ലെങ്കിൽ, see, let me make it very clear. If you're not happy with a job,
ഇഫ് യു നോട്ട് എൻജോയിങ് ദ ജോബ്, അത് കൂടാതെ അതിൽ നിന്ന് കിട്ടുന്ന സാലറി വേജസ് വാട്ട് വെയിറ്റേഴ്സ്, കാരണം വേജസ് എന്ന് പറയാൻ കാരണം ചില സമയത്ത് നമ്മൾ ഫ്രൈഡേയിലാണ് വേജസ് ഉണ്ടാവുക, ചില സമയത്ത് സാലറി മന്ത്ലി ആണ്. ഇതെന്താണ്, മന്ത്ലി ആണോ വേജസ് ആണോ, എന്താണത്? മന്ത്ലി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഡെയിലി ആണ്. ഓക്കെ, ഡെയിലി. അതിന് വേജസ് എന്ന് പറയും. ആ വേജസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലും സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 3 മാസം കഴിച്ചു കൂട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. ഒന്നിലും സന്തോഷമില്ല നിങ്ങൾക്ക്. അത് കമ്മിറ്റ്മെന്റ്, നമ്മൾ ഒരു സ്ഥാപനത്തോട് ചെയ്യുന്ന കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാൻ കാണുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങളത് ഇഷ്ടപ്പെടില്ല. അവിടുന്ന് നിങ്ങൾക്കൊരു പാക്കേജ് തരുമ്പോൾ അതിലും നിങ്ങൾ സന്തോഷമില്ല. സോ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. സോ ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് യു വിൽ ഡു സോ ദാറ്റ് യു ആർ സാറ്റിസ്ഫൈഡ്. നിങ്ങൾ ചെയ്യുന്ന ജോബിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതേസമയത്ത് അതിൽ നിന്നൊരു റവന്യൂ അല്ല ഇൻകം വോട്ട് ഇറ്റ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ പാക്കേജ് ഓർ സാലറി വേജസ് എന്തും കിട്ടുകയാണ് അതിലും സന്തോഷമുള്ള അതെന്തായിരിക്കും? എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുക എന്നുള്ളതാണ് എൻ്റെ. എന്താ പറയാ കറക്റ്റായിട്ട് എന്തായിരിക്കും, എന്ത് ചെയ്യാനായിരിക്കും? ട്രെയിനിങ് ഒക്കെ പോലെ. ട്രെയിനിങ് എനിക്കറിയില്ല. നിങ്ങൾ ട്രെയിനറാണോ? നിങ്ങൾ അല്ല. പിന്നെന്താണ്? ഞാൻ ഒരു റീഡറാണ്, പല കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. അതാണ് എൻ്റെ ഒരു മെയിൻ ഏരിയ. ഫിലോസഫി, സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ. ലെറ്റ്സ് ബി വെരി പ്രാക്ടിക്കൽ. ഫിലോസഫിയും സൈക്കോളജിയും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഇല്ല. ഓക്കെ, അത് നിങ്ങളെ പാഷനാക്കി വെക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് യുവർ പാഷൻ, ഇസ് ദറ്റ് റൈറ്റ്? നിങ്ങൾക്ക് വേറെ ഏർണിംഗ് ഉണ്ടോ? വീട്ടിൽ വേറെ ഏർണിംഗ് ഉണ്ടോ? ലെറ്റ്സ് ബി വെരി ലോജിക്കൽ ഹിയർ. ഓക്കെ, ഇവിടെ ഇമോഷൻസും ഇത് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നിങ്ങൾക്ക് വേറെ ഏർണിംഗ് ഉണ്ടോ? കല്യാണം കഴിച്ച ആളാണോ? ഇല്ല. വാട്ട്സ് യുവർ ഏജ്? 22. ഓക്കെ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്കുള്ള പാഷൻ സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ വായിക്കലാണ്. അതിൽ ഒരുപാട് ടൈം എടുക്കല്ലോ. ഹൗ മച്ച് hours do you spend each and every day? As long as I can get. No, give me the right time. You got only 24 hours. Tell me how much time do you spend every single day on this one? Minimum എത്ര മണിക്കൂർ? It depends on how busy I am on the day. Give me an average. You have an average. Give me an average. 2 മണിക്കൂറോ? 5 or 6, 5 and above. അതാണ് ചോദിച്ചത്, അത് പറയാ. ഓക്കെ, 5 or 6 hours. ഓക്കെ, ഇത് വായിച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ആർക്കെങ്കിലും ലോകത്ത് നിങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും മനുഷ്യർക്ക് നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഞാൻ വായിച്ചതുകൊണ്ടല്ല. നിങ്ങൾ വായിക്കണ്ടല്ലോ. നിങ്ങൾ ആ വായിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം? ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇത് വായിച്ചുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. അത് ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യന്, വേൾഡിലുള്ള മില്യൺസ് ഓഫ് പീപ്പിൾ ഉണ്ട്, അതിൽ ഒരു മനുഷ്യന് നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം, നിങ്ങൾ വായിച്ചിട്ടുള്ള ആ ബുക്ക് കൊണ്ട് ഒരു ഉപകാരം കിട്ടണമെന്ന് ആ ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഞാനാന്ന് വിചാരിക്കാം, എന്ത് ചെയ്യണം നിങ്ങൾ? ഞാനത് പറയണം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് അവതരിപ്പിക്കണം. അത് അത് ചെയ്തുകൊണ്ടിരിക്കണ്ടോ ഇപ്പൊ നിങ്ങൾ? ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും, അല്ലാതെ ഓൺ എ കൺസിസ്റ്റന്റ് ബേസിസ് നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അത് നത്തിങ്. അത് പോസ്റ്റ് ചെയ്യണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും ഡിസ്കസ് ചെയ്യണ്ടോ? ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ഓൺ എ കൺസിസ്റ്റന്റ്, ഞാൻ ചോദിക്കുന്നത് കൺസിസ്റ്റന്റ് ബേസിസിൽ. ഓക്കെ, ഇതാണോ നിങ്ങളെ പാഷനാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ അത് മറ്റുള്ളവർക്ക് സോറി വൺസ് അഗൈൻ. ഇല്ല, ഇതാണ് എന്റെ മെയിൻ ഏരിയ. എത്ര ശ്രമിച്ചിട്ടും ഇത് മാറുന്നില്ല. ഇത് തന്നെയാണ്. ഇതിനൊരു എക്കണോമിക് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അത് എങ്ങനെ ചെയ്യാൻ പറ്റാം? ഇത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടോ? പ്ലീസ് മ്യൂട്ട് ചെയ്യട്ടോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഓക്കെ, പ്ലീസ് ഗോ. അപ്പോൾ ഇതിനെ അടുത്ത ലെവലിൽ കൊണ്ടുപോകണം എന്തൊക്കെ ചെയ്യണം? നിങ്ങളെ ഈ നോളേജ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതേപോലത്തെ നോളേജുള്ള വ്യക്തികൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് അവർ ഷെയർ ചെയ്യാറുണ്ടോ? അങ്ങനത്തെ ഒരു ചാനലിന്റെ പേര് പറയാം, നിങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ഇതേപോലെ സൈക്കോളജിയോ ഫിലോസഫിയോ നന്നായിട്ട് പറഞ്ഞ ഏതെങ്കിലും ചാനൽ, മലയാളം ഓർ ഇംഗ്ലീഷോ whatever it is? ഒളിമ്പസ് ഡോക്ടർ എന്നാണ് ഒരു ചാനൽ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, അവർ ഒരുപാട് വ്യൂസ് ഉണ്ടോ? വ്യൂസ് കുറവാണ്.
വ്യൂസ് കുറവാണ്. അപ്പോൾ പിന്നെ ഇത് അവരെ കമൻസ് ഒക്കെ നോക്കാറുണ്ട് നിങ്ങൾ? കമന്റ്സ് കുറവാണില്ല, കമൻസ് കുറവാണ്. ശ്രദ്ധിക്കാറില്ല. ഓക്കെ ഓക്കെ, കാരണം എഡ്യൂക്കേഷണൽ വീഡിയോസ് ആയ കാരണമായിരിക്കും. ഈ പറഞ്ഞ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണോ? യെസ്. ഓക്കെ, ഈ വ്യക്തിക്ക് വേറെ ജോലി ഉണ്ടാവോ? ഉണ്ടാവാം, ഈ വ്യക്തി അറിയില്ല. ഇത് പണത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, യൂട്യൂബിൽ, അല്ലെങ്കിൽ ഹോബി ആയിട്ടാണോ ചെയ്യുന്നത്? ഹോബി ആയിരിക്കും അദ്ദേഹത്തിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് എങ്ങനെ നിങ്ങൾ പ്രൊഫഷൻ ആക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ ഈ സംഭവം തന്നെ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ, ഈ ഒരു സംഭവം തന്നെ നിങ്ങൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന് വ്യൂവേഴ്സ് ഉണ്ടാവും എന്നുള്ളത്? ആ, വലിയ തോതിൽ ഉണ്ടാവില്ല. ഉണ്ടാവില്ല, കാരണം എഡ്യൂക്കേഷൻ അത് ഫാക്റ്റ് ആണ് അല്ലേ? എം ഐ റൈറ്റ്? അത് ഫാക്റ്റ് ആണ്. യെസ്, അപ്പോൾ യെസ്. നമ്മൾ ഫാക്റ്റിന് അംഗീകരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത് എല്ലാവർക്കും ലൈക്കണമെന്നില്ല. സോ ദർ വോണ്ട് ബി മച്ച് ഓഫ് ദ വ്യൂസ്, ആൻഡ് അതേ സമയത്ത് കമൻസും അതൊക്കെ കുറയും, ചാൻസ് ഉണ്ട്. അപ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യൽ വളരെ കുറവായിരിക്കും. പക്ഷെ അത് വിചാരിച്ച് ജീവിക്കും വേണ്ടേ? റൈറ്റ്. വേറെ ഏതാ ജോലി നിങ്ങൾക്ക് അറിയാം? ട്രാൻസ്ലേഷൻ വർക്കുകൾ ചെയ്യാറുണ്ട്. ഒരു ഓക്കെ, ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ സന്തോഷം കണ്ടെത്താറുണ്ടോ? ഇത് കഴിയും, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഒരു ആവറേജ് 0 to 10, do you really enjoy that? ഒരു 5, 6. 5 to 6 you enjoy that, okay. Whereas ഈ ബുക്ക് വായനയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? മോർ വായന മാത്രമല്ല, ഞാനൊരു എക്സ്ട്രീം തിങ്കർ ആണ്, ഇൻട്രോവേർട്ട് ആണ്. ഈ തിങ്കിങ് കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ആക്ഷൻ ടേക്കർ അല്ല. അപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം വീട്ടില് അധ്വാനിക്കണം നിങ്ങൾ? വേറെ ആരും അധ്വാനിക്കണ? ഫാദർ. അപ്പോൾ ഫാദറിന്റെ ഒപ്പം കഴിഞ്ഞു കൂടാനുള്ള പ്ലാൻ ആണോ? അല്ല, ഞാൻ അധ്വാനിക്കണം, അതിനാണ് വർക്ക്. അപ്പൊ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ജോബ്? എനിക്കറിയില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ പറയും എന്താ ഏറ്റവും ബെസ്റ്റ് ജോബ്, ഇതിനോട് കണക്ട് ചെയ്ത ഏറ്റവും നല്ല ജോബ് എന്തായിരിക്കും നിങ്ങൾ കിട്ടുക? ലൈബ്രറിയനാണോ? എനിക്കറിയില്ല. വാട്ട്സ് ദ ബെസ്റ്റ് ജോബ്? അങ്ങനെ ചോദിച്ചാല് ഇതാണ് ഞാൻ അനുഭവിക്കുന്ന ക്രൈസിസ്. ഓക്കെ, നിങ്ങൾ അറിയണം. ഉത്തരമില്ല. അല്ല, നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവണമല്ലോ, എന്തെങ്കിലും. വാട്ട് ഈസ് ദാറ്റ് ഗീവ്സ് യു ദ പ്ലഷർ? ആരും ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഞാൻ ഈ ബുക്ക് വായിക്കാം എന്ന് പറഞ്ഞിട്ട് സാലറി തരുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തരാൻ പോകുന്നില്ല നിങ്ങൾക്ക്. എം ഐ റൈറ്റ്? കാരണം നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. നിങ്ങളെ വായന കൊണ്ട് ആർക്കൊരു ഉപകാരമില്ല. നിന്റെ വായന കൊണ്ട് ഉപകാരമുണ്ട്, കാരണം ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എം ഐ റൈറ്റ്? അതിന് ഞാൻ നോക്കും വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഏതാന്ന് നോക്കും, ഹൂ ഇസ് മൈ ഓഡിയൻസ് നോക്കും, എനിക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസ് ആണെന്ന് നോക്കും. ചിലത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും, ചിലത് ഹൈ ടിക്കറ്റ് ആയിട്ട് ഞാൻ കൊടുക്കും. Am I right? Whether I'm giving it free or whether I'm paying, I'm asking for the payment, I'm bringing changes in people's life. Do you agree? Yes. ജനങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ, തിരിച്ചു കിട്ടുള്ളൂ. Do you agree to that? Yes, exactly. You must be in the people's business. നിങ്ങൾ ലോകത്ത് നിങ്ങൾ എന്ത് ബിസിനസ് മാൻ ആയാലും വേണ്ടില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണം, എല്ലാ ബിസിനസ്സിനും പീപ്പിളിനോട് കണക്ട് ചെയ്തിട്ടുള്ള. എത്ര പേര് അംഗീകരിക്കേണ്ട യെസ് എന്ന ടൈപ്പ്? എന്ത് ബിസിനസ് നിങ്ങൾ ചെയ്തോട്ടെ, അത് കനിയിൽ നിന്ന് എന്താണ് കൽക്കരി വാങ്ങിക്കുന്ന ബിസിനസ് ആയിക്കോട്ടെ, അവിടെയും നിങ്ങൾ യു ആർ എ പീപ്പിൾസ് പേഴ്സൺ അല്ലേ? ഒരു വേ ഓർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾ ജനങ്ങളുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. Now here you are not connecting with people. Do you agree? ഞാൻ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും, because I want that to get out of you. You got me? Yes. Don't take anything Okay, personal. Don't take it anything personal. Now I want to challenge you. Tell me, what is that one thing that you can do? നിങ്ങളുടെ പാഷനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഇൻകം കിട്ടുമോ കേട്ടോ, റവന്യൂ കിട്ടണം, നിങ്ങൾക്കൊരു ഏർണിംഗ് ഉണ്ടാവണം. What can you do? അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then you are doing something waste of time. Am I right? You're wasting your time. So I don't want you to waste your time. This is what you can do. 22 വയസ്സിൽ you can do a lot of things in this life and for the world. Am I right? So what is that one thing that you can do? ഞാൻ 10 സാധനമല്ല. What is that one thing that you can do with this all knowledge? അല്ലെങ്കിൽ നിങ്ങൾ knowledge is just garbage എന്നേ പറയുള്ളൂ. അത് ഇതായിട്ട് എടുക്കരുത്. Garbage. Why? Because you're not using it. If you're using that, അവിടെ നിങ്ങളുടെ ഫിലോസഫി, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിലോസഫി അല്ലെങ്കിൽ വാട്ട് എവർ യു ആർ ലേണിംഗ്, ആ നോളജ് നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് എ ചേഞ്ച് യു ക്യാൻ ബ്രിങ് ഇൻ പീപ്പിൾസ് ലൈഫ്. ഹ്യൂജ് ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അത് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, മടിയാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഹൂ ഷുഡ് ബി ബ്ലെയിം? ഞാൻ എപ്പോഴും ഇത് ഒരു എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ. Opportunity will not come to you.
My dear friend, opportunity will not come to you until otherwise you are ready for it. How many of you agree? You must be ready for the opportunity. When you're ready for the opportunity will come and knock your door. So tell me, our opportunity ഒക്കെ എക്സ്ക്യൂസുകളാണ്. അതൊക്കെ എക്സ്ക്യൂസുകളാണ്. Yes. നിങ്ങൾ ഒരു ബുക്ക് വായിച്ചിട്ട് ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ 100 ബുക്ക് വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. You go with one book, put that into action. Knowledge is power എന്ന് കേട്ടിട്ടുണ്ടോ? Yes. അത് തെറ്റാണ്. അതിപ്പോൾ നിങ്ങൾ തെളിയിക്കുകയാണ് തെറ്റാന്നുള്ളത്. Knowledge power അല്ല until otherwise you take the knowledge and put that into action. How many of you agree to that? K plus A. There must be knowledge plus action. എത്ര പേര് അംഗീകരിക്കണം? നോളജ് പ്ലസ് ആക്ഷൻ ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ നോളജ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നോളജ് ഉണ്ടാവണം, സ്കില്ല് ഉണ്ടാവണം, ഹാബിറ്റ് ഉണ്ടാവണം, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇവിടെ യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. Yes. So tell me what is that? Now is the best chance. You're talking to me. Tell me what is that you will do differently. ഈ ബുക്ക് വായിക്കുക നിർത്തിയിട്ട് ഇത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് ഇതിന് പറയാം. ഹൊറിസോണ്ടൽ ലേണിംഗ് ഇസ് ലേണിംഗ് എവറിത്തിങ് ദാറ്റ് കംസ് ഓൺ യുവർ വേ. നിങ്ങളെ വഴിയിൽ വരുന്ന എല്ലാ സാധനവും വായിക്കാന്നുള്ള ഒരു വെർട്ടിക്കലായിട്ട് ഗ്രോത്തും ഇല്ല. അതേപോലെ കിടക്കണം നിങ്ങൾ 3 വർഷം മുമ്പ് വായിച്ചത് പോലെ തന്നെ ഇന്ന് ചിലപ്പോൾ 100 ബുക്ക് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ല. Okay, you're not growing. So tell me what is that one thing that you'll do in order to grow. നിങ്ങളുള്ള സ്ഥലത്ത് ആ 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായിട്ട് നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഉള്ളത്, അവിടുന്ന് ഗ്രോ ചെയ്യാൻ what is that one action will you take? If you're not taking action, then you will be like this for the entire life. What is that one action you can take differently? Tell me now. I will put knowledge into action. Yeah, tell me what is the 3 steps that you're going to take. 3 സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ പോകണം. ആര് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ പൈസ കിട്ടിയാലും കിട്ടിയില്ല ഞാൻ അത് ചെയ്തേ മതിയോ, അങ്ങനെ ആൾക്കാർ അറിയപ്പെടും. ദെൻ ഐ വിൽ ഗെറ്റ് ഓഫർ. അങ്ങനെയാണ് ഓഫർ കിട്ടുക. ദെൻ യു വിൽ ഗെറ്റ് സ്റ്റേജസ്, ദെൻ യു വിൽ ഗെറ്റ് കീനോട്ട് സ്പീച്ചസ്, ദെൻ യു വിൽ ഗെറ്റ് ട്രെയിനിങ്. അങ്ങനെയാണ് വളരെ. അല്ലാതെ ഈ നോളജ് മാത്രം എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ടെൽ മീ വാട്ട് ആർ ദ 3 തിങ്സ് ദാറ്റ് യു വിൽ ഡു സോ ദാറ്റ് പീപ്പിൾ നോ ദാറ്റ് യു ആർ നോളജബിൾ. അല്ലാതെ ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾ നോളജ് ഉണ്ടെന്നുള്ളത്. ഇത് ശരിക്കും എന്താ അറിയോ, ഒരു വൈരക്കല്ല് എന്നൊക്കെ പറയില്ല, ഡയമണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഡയമണ്ട് കാർബണിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട്, ഒരു കാർബൺ ക്ലോത്തിൽ കവർ ചെയ്തിട്ട്, ഒരു കറുത്ത ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ഒരു കറുത്ത റൂമിൽ വെച്ചിട്ട്, ആ റൂമിൽ വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട പോലെ ഇപ്പോൾ നിങ്ങൾ എത്തുള്ള നോളജ്. Am I right? Yes. ഡയമണ്ട് എപ്പോഴാണ് ആൾക്കാർ അറിയണം? How many of you got this crystal clear? CC എന്ന് ടൈപ്പ് ചെയ്യുക. ആ ഡയമണ്ട് എന്താണെന്ന് ലോകം അറിയണം. Only then they'll realize your strength. You're wasting that. Do you agree? So Yes. tell me, what are the 3 steps you will take? What are the 3 steps that you will take? As for a job or ഇപ്പൊ പറഞ്ഞ പാഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് നിങ്ങൾ ചെയ്യാം? നിങ്ങൾ എന്താ ചെയ്യാം പറയാം. വാട്ട് വിൽ യു ഡു? കാരണം നിങ്ങൾക്ക് ജോബ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾ ബുക്ക് വായനയിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കാര്യമില്ല. സോ വാട്ട് ആർ ദ 3 തിങ്സ് ദാറ്റ് യു വിൽ ഡു? I'll go for work which gives me earnings and I will. അപ്പോൾ പിന്നെ അതിന് സന്തോഷം കണ്ടെത്താതല്ലേ? കാരണം ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക. ഇത് see there are 2 things. One is called the profession, one is called the passion. ഈ പാഷൻ നിങ്ങൾക്ക് ഒരു റവന്യൂ അല്ലെങ്കിൽ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷൻ്റെ ബാക്കിൽ പോയേ മതിയാവൂ. നിങ്ങളത് നിങ്ങളെ കേസിൽ അത് തന്നെയാണ്. നിങ്ങളെ കേസിൽ നിങ്ങൾ അതിനെ പോയേ മതിയാവൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ പാഷൻ ഫോളോ ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ സൈഡ് ഹസൽസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഫ്രീ ടൈം. ചിലപ്പോൾ അത് പണം തരണമെന്നില്ല, സാലറി തരണമെന്നില്ല, പാക്കേജ് തരണമെന്നില്ല, ബട്ട് യു ഹാവ് ടു ലിവ്. എമറ നിങ്ങൾ അച്ഛൻ്റെ ഒപ്പം സ്ഥിരമായിട്ട് കഴിഞ്ഞു കൂടാൻ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ക്രിയേറ്റ് സംതിങ് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ് ആസ് വെൽ. ആം ഐ റൈറ്റ്? സോ യു സ്റ്റാർട്ട് വിത്ത് ദ പ്രൊഫഷൻ. ക്യാൻ യു സ്റ്റാർട്ട് വിത്ത് ദ പ്രൊഫഷൻ? നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ, 2-3 മാസം പോയി എന്ന് പറഞ്ഞല്ലോ. ക്യാൻ യു കണ്ടിന്യൂ ദാറ്റ് ഓർ ക്യാൻ യു ഗോ വിത്ത് എ ന്യൂ വൺ? ബി വെരി ക്ലിയർ. അതിൽ കിട്ടുന്ന സാലറി കിട്ടും നിങ്ങൾ സന്തോഷമാണ്, കാരണം നിങ്ങൾക്ക് പാഷന് കിട്ടാത്ത സാലറി അവിടെ കിട്ടുന്നത്. ഇസ് ഇറ്റ് റൈറ്റ്? ആ സാലറി കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് ഇന്ന് വരെ 3-4 മാസം വർക്ക് ചെയ്യുന്നവരോ ആ സാലറി കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത 3 കാര്യം പറഞ്ഞു തരാമോ? വാട്ട് ആർ ദ 3 തിങ്സ് that you did with the salary that you got? I travel. Okay, very good. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നിങ്ങൾ ട്രാവൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, സന്തോഷം കണ്ടെത്തണ്ടേ, താങ്ക് യു പറയണ്ടേ? നമ്പർ 2 വേറെ എന്താണ്? പിന്നെ ഡെയിലി എക്സ്പെൻസ് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണമൊക്കെ ആ ഒരു സാലറി തന്നില്ല നിങ്ങൾക്ക്? അതിൽ സന്തോഷം കണ്ടെത്തണ്ടേ? മൂന്നാമത്തത്, നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി, ഇതെന്താ ഇങ്ങനെ ഈ വ്യക്തി പറഞ്ഞെന്നുള്ളത്.
എനിക്കൊരു 10 റുപ്യ കിട്ടിയാൽ പോലും ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തേണ്ട വ്യക്തിയാണ്. എത്ര പേര് അതുണ്ട്? സാലറി ഒക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷെ എനിക്ക് ഒരു 10 റുപ്യ ആരെയും തരാണെങ്കിൽ സന്തോഷം കണ്ടെത്തണം നമ്മൾ. അതിനാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ അമൗണ്ട്. എത്ര കോടികൾ കിട്ടുന്നില്ല, ചെറിയ അമൗണ്ട് കിട്ടിയാൽ മതി. ആ കിട്ടുന്നതിന് നമുക്ക് ബ്ലെസ്സിങ് കണ്ടെത്തണം. സോ ആർ യു റെഡി ടു ഷോ ദ ബ്ലെസ്സിങ് നൗ? Yes. 0 to 10. How confident are you that I'll show blessing for every single penny that comes to my pocket, to my hands? 0 to 10. Above 8 Very good. to 10. Would you be happy to work and earn something? Yes, I will. You I'll be. focus on your passion. Your passion focus ചെയ്യുന്ന പറയില്ല. Focus on your passion during weekends or during your off time. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? Yes. ബട്ട് ഒരു കൺസേൺ ഉണ്ട്. എന്താണ് കൺസേൺ? നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തയും ശ്രദ്ധയും മുഴുവൻ പുറത്താണ്. എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റുഡിയോ വർക്ക് ചെയ്യുമ്പോൾ എന്റെ പ്രൊഡക്ടിവിറ്റിന്റെ കഴിവ് ഇവിടെ അല്ല. ഇവിടെയാണ് നമ്മൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ റിസർച്ച് നടത്തി ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളിലും അത്ര ഒരു എനർജി കിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് ടൈം വെക്കാൻ പറ്റുമോ? യു ക്യാൻ സേ ദാറ്റ് ഇത് 4 മണി വരെ അല്ലേ ഉള്ളൂ. ആ 4 മണി വരെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് സി ഐ ടെൽ യു വൺ തിങ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത പ്രൊഫഷണൽ നാളെ ചാമ്പ്യൻ ആവാൻ പറ്റുമോ? യെസ് ആണോ? ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത എയർലൈൻ ഇൻഡസ്ട്രി എനിക്ക് ഇഷ്ടമാണ്, യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്, 5 സ്റ്റാർ ഹോട്ടൽ താമസിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്. പൈലറ്റ്മാർക്കും ക്യാബിൻ ക്രൂവിനും എല്ലാവർക്കും എടുക്കുന്ന ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഞാൻ അറിയപ്പെടുന്ന ചാമ്പ്യനായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നമ്പർ 1 ആയിരുന്നു. സോ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, അത് ഒരു 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം എപ്പോഴാ വെച്ചാൽ നിങ്ങൾ അത് ചെയ്തോളൂ, അല്ലെങ്കിൽ വീക്കെൻഡിൽ ചെയ്യുക. അത് കൂടാതെ നിങ്ങളെ പ്രൊഫഷനിൽ 100% 100ൽ 100 കൊടുത്ത് അതിലൊരു ചാമ്പ്യൻ ആവാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാണ് ചോദിച്ചത്. അവിടെയും നിങ്ങൾ ഇതായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾ സൈഡ് ഹസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈലി കമ്മിറ്റഡ് ആയിരിക്കണം. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ് ആണോ? ആണെങ്കിൽ നിങ്ങൾ ജോബ് നോക്കിപ്പോ പോയിക്കൂടെ? അതിൽ സാലറി എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടാം. നിങ്ങൾ നല്ല ബുക്ക് വാങ്ങിച്ചൂടാ അതുകൊണ്ട്? പുതിയ ട്രെയിനിങ്ങിന് പോയിക്കൂടാ അതുകൊണ്ട്? പുതിയ സ്കിൽസ് പഠിച്ചൂടാ അതുകൊണ്ട്? ആ സ്കില്ലുകൊണ്ട് നിങ്ങൾക്കുള്ള നോളജ് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇതേപോലത്തെ ലൈവ് സെഷൻസ് നടത്തിക്കൂടെ? അപ്പം നിങ്ങൾക്ക് ആ സാലറി ഗുണം ചെയ്യില്ലേ? Are you ready now? Ready. 0 to 10. What is your clarity now? ക്ലാരിറ്റി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് കറേജ്. അതാണ് ഇല്ലാത്തത് നിങ്ങൾക്ക്. മനസ്സിലാവുണ്ടോ? ആദ്യത്തെ കറേജാ, പിന്നെ കോൺഫിഡൻസ് ഇല്ല. ആദ്യത്തെ കറേജ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പുഷ് ചെയ്യണം നിങ്ങളെ. ചോദിക്കണേ, ഡു യു ഹാവ് ദ കറേജ് ടു ടേക്ക് ദാറ്റ് ചാലഞ്ച്? 0 to 10. അതിലൊരു സൈക്കോളജിക്കൽ പ്രശ്നമല്ലേ? ഇതൊന്നും സൈക്കോളജിക്കൽ പ്രശ്നമല്ല, നിങ്ങൾ ഉണ്ടാക്കി തീർക്കണത്. യു ടെൽ മീ, can you go for it? അല്ലെങ്കിൽ you will have to, otherwise you will have to sit and you will start reading your book all entirely your life. അല്ല, എനിക്ക് വലിയ താല്പര്യം ഇല്ല, വലിയ ഇഷ്ടമില്ല. നിർത്തിയാലോ എന്നൊക്കെ ആലോചിച്ച ഒരു കാര്യം അതിലോട്ടേക്ക് വീണ്ടും അതാവണമെന്നില്ലല്ലോ. ആ ഒരു ജോബ്, അത് എന്ത് ജോബായിരുന്നു? വാട്ട് വാസ് ദ ജോബ്? ഐ മീൻ ആസ് എ വീഡിയോ എഡിറ്റർ. ഓക്കെ, ആ ജോബ് നിങ്ങൾക്ക് ഇഷ്ടമില്ല? അല്ലാതെ ഫുൾ ടൈം കമ്പ്യൂട്ടർ വർക്കുകൾ. അപ്പൊ നിങ്ങൾ വേറെ ജോബ് നിങ്ങൾക്ക് ചെയ്തൂടെ? വേറെ എന്ത് ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക പറയാം? ഞാൻ പറഞ്ഞ ഒരു ഈ ലാംഗ്വേജ് ഐഡിയ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് നിങ്ങൾക്ക് ബുക്സ് ഒക്കെ റിവ്യൂ ചെയ്യാൻ പറ്റില്ലേ? അത് അറിയോ? ഞാനൊക്കെ എന്റെ ബുക്ക് ഞാൻ ഈ ബുക്കൊക്കെ റിവ്യൂ ചെയ്തതിന് പൈസ കൊടുത്തതാ. ദിസ് ഇസ് മൈ ബുക്ക്. അത് ഞാൻ പൈസ കൊടുത്തേ ചെയ്ത്. എഡിറ്റിങ്ങിന് പൈസ കൊടുക്കണം, റിവ്യൂവിന് പൈസ കൊടുക്കണം. ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല ആരും. അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അതെവിടെ കിട്ടുക? ഏത് പ്ലാറ്റ്ഫോമിൽ അത് അങ്ങനത്തെ ജോലി കിട്ടുക അറിയോ? അതൊക്കെ പഠിക്കുക. യു ഹാവ് ടു സെർച്ച്. കുറേ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ്. ഫൈവർ ഉണ്ട്, fiverr.com ഉണ്ട്, freelancers.com ഉണ്ട്,
അപ്ഹോൾഡ് ഉണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങളത് സെർച്ച് ചെയ്യാതെ നിങ്ങൾ വീട്ടിലിരുന്ന് ബുക്ക് മാത്രം വായിച്ച കാര്യമില്ല. യു ഹാവ് ടു ഗോ ആൻഡ് സെർച്ച് വാട്ട് ആർ ദ പ്ലാറ്റ്ഫോം വേർ ഐ ക്യാൻ സെൽ മൈ സർവീസ്. റൈറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് അവിടെ എത്രയോ ഉണ്ട്, പ്ലെൻറ്റി ആയിട്ടുണ്ട്. എത്ര പേര് അംഗീകരിച്ചിട്ടുണ്ട്? എല്ലാ ജോബിനും സാധ്യത ഉണ്ട് ഇവിടെ. അത് റിസർച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അത് റിസർച്ച് Not ചെയ്തിട്ടുണ്ടോ? really. അപ്പോൾ Not റിസർച്ച് really. ചെയ്യാത്ത ഓപ്പർച്യൂണിറ്റി വോണ്ട് കം. ഓപ്പർച്യൂണിറ്റി വോണ്ട് കം ടു യു. എത്രയോ ആൾക്കാരും ചിലപ്പോൾ നിങ്ങളുടെ എഡിറ്റിംഗ് ആയിരിക്കും കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അതും നിങ്ങൾക്ക് ഡോളേഴ്സിലും പൗണ്ട് സ്റ്റെർലിംഗിലൊക്കെ കിട്ടല്, യൂറോയിലൊക്കെ കിട്ടല്, ഇന്ത്യൻ റുപ്പീസിലല്ല. അപ്പോൾ അത്രയും നല്ല നല്ല പ്ലാറ്റ്ഫോംസ് ഇന്ത്യൻസിന് അത് അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങളത് യൂസ് ചെയ്യണില്ല. എന്നിട്ട് നിങ്ങൾ പറയാം ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. ഇസ് ദാറ്റ് റൈറ്റ്? Right. Are you ready to go and do some research and do the job that you really like to do? Yeah. Yes or no? നിങ്ങൾക്ക് പാഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ വോയിസ് ഇട്ട് എനിക്ക് തോന്നുന്നു യു ഡോണ്ട് ഹാവ് ദ പാഷൻ യുവർ സെൽഫ്. വാട്ട് ഡു യു തിങ്ക്? അത് ഞാന് ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നിങ്ങളെക്കാളും വേറെ വലിയ ഒരുപാട് നിങ്ങളെക്കാളും പ്രശ്നങ്ങളുണ്ട്. വലിയ ഇൻട്രോവേർട്ടാണ് ഞാൻ. നിങ്ങളെക്കാളും വലിയ ഇൻട്രോവേർട്ടാണ് ഞാൻ. ഞാൻ ആരോടും സംസാരിക്കാത്ത വ്യക്തിയാണ്. ബട്ട് ഐ ടോക്ക് വെൻ ഐ നീഡ് ഐ ടോക്ക്. യു ഗോട്ട് മീ? ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മളൊക്കെ വിട്ടുപോയ ലേറ്റ് പ്രൈം മിനിസ്റ്റർ എന്തായിരുന്നു? ഇൻട്രോവേർട്ട് ആയിരുന്നു. നമ്മൾ നോക്കി APJ അബ്ദുൽ കലാം ഇൻട്രോവേർട്ടാണ്. അവർ ലീഡർ അല്ലേ? യു ടെൽ മീ, അവർ ലീഡർ അല്ലേ? സ്റ്റീവ് ജോബ് ഇൻട്രോവേർട്ടാണ്. മാർക്ക് സക്കർബർഗ് ഇൻട്രോവേർട്ടാണ്. എന്നിട്ട് അവർ മാറ്റങ്ങൾ വരുത്തിയില്ല ലോകത്ത്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്നുള്ള എക്സ്ക്യൂസ് ആയിട്ട് വരരുത് നിങ്ങൾ. ഇതൊക്കെ എക്സ്ക്യൂസുകൾ കണ്ടെത്തുക നിങ്ങൾ. മൈ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ടു യു. Can you do a research? Can you do your research? Find out what's the best platform, whatever it is, or best job, or best employer, best company that can give you the job which you really love. Nobody will come to you. നിങ്ങളുടെ അടുത്ത് ആരും വരില്ല. നിങ്ങൾ അന്വേഷിച്ച് പോയേ മതിയാവും. Are you ready for that? Yes. If you're ready, you will Yes. get it. If you're not ready, nobody will give you the job. I'm ready. That's it. How clear are you now to take action? 0 to 10. 7 to 8. Good, that's it. ആക്ഷൻ എടുക്കാതെ ആരും തന്നെ നിങ്ങളുടെ അടുത്ത് വരാൻ പോകില്ല. ദിസ് ഇസ് കോൾഡ് ദ ചീത്ത സ്ട്രാറ്റജി. ചീത്ത സ്ട്രാറ്റജി ഇസ് വേർ യു ഗോ ആൻഡ് ചേസ് ഫോർ ദ ജോബ്. യു ഹാവ് ടു ചേസ്. നിങ്ങളൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ അതിനെ ക്രോക്കഡൈൽ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളൊരു ടൈം കിട്ടും, നിങ്ങളൊരു ചാൻസ് കിട്ടും, നിങ്ങളൊരു ഓട്ടോഗ്രാഫ് കിട്ടും, ഒന്ന് വരാൻ പറ്റുമോ, ഇൻ്റർവ്യൂവിന് വരാൻ പറ്റും, ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചീറ്റ സ്ട്രാറ്റജി ചെയ്തിട്ട് നിങ്ങൾ വിജയിപ്പിച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കണം. റിസൾട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഹൗ മെനി ഓഫ് യു അഗ്രി? ജസ്റ്റ് ടൈപ്പ് ആർ. റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ഇതുവരെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ യു ജസ്റ്റ് മഗ്ഡ് എവറിഥിങ് ഇൻസൈഡ് ബട്ട് യു നെവർ യൂസ്ഡ് ഇറ്റ്. യു ഹാപ്പി നൗ? ഡിഡ് യു ഗെറ്റ് ക്ലാരിറ്റി? Fully. Yes. Thank you very much. Thanks a lot. Let's move on to the next caller, please.